നമസ്കാരം. ലോകസഭയിൽ സുരേഷ് ഗോപി എം.പിയെ അടിച്ചിരുത്തി കനിമൊഴി. പ്രിയങ്ക ഗാന്ധിയെ ചിലതൊക്കെ ഓർമ്മിപ്പിച്ച കെ രാധാകൃഷ്ണൻ. വാർത്തയിലേക്ക് വരാം. ലോകസഭയിൽ വലിയ വലിയ വിഷയങ്ങൾ, വലിയ വലിയ സംഭവ വികാസങ്ങൾ, വലിയ വലിയ നാടകീയ സംഭവങ്ങളൊക്കെയാണ് ഈ സഭ ആരംഭിച്ചതിനെ തുടർന്ന്, ഈ സഭ ആരംഭിച്ചത് മുതൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തമിഴ്നാടിനെ പറ്റി, തമിഴ്നാടിനോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയെ കുറിച്ച് തൂത്തുക്കുടി എം പി ആയ DMK-യുടെ എം പി ആയിട്ടുള്ള കനിമൊഴി സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. തമിഴ്നാട് എല്ലാ തലങ്ങളിലും വലിയ രീതിയിലുള്ള മികച്ച നേട്ടങ്ങൾ കൈവരിക്കുന്നുണ്ട്. അങ്ങനെ നന്നായിട്ട് നേട്ടങ്ങൾ കൈവരിക്കുന്ന ഒരു സംസ്ഥാനത്തോട് കേന്ദ്രം തികഞ്ഞ അവഗണനയാണ് കാണിക്കുന്നത് എന്നാണ് കനിമൊഴി പറഞ്ഞത്. അതിന് കനിമൊഴി ഉപയോഗിച്ച ഒരു വാക്ക് ഇങ്ങനെയായിരുന്നു. അതായത് നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളോട് ക്ലാസ്സിന് പുറത്തു നിൽക്കാനാണ് പറയുന്നത്. അങ്ങനെ ഹെഡ് മാസ്റ്റർ പറയുന്നത് പോലെയാണ് കേന്ദ്രം ഈ പറയുന്ന ഇത്തരത്തിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്ന സംസ്ഥാനങ്ങളോട് കാണിക്കുന്ന സമീപനം എന്നാണ് കനിമൊഴി പറഞ്ഞത്. കനിമൊഴി ഇത്തരത്തിലൊരു പ്രതികരണം നടത്തുന്നതിനോടൊപ്പം തന്നെ ചില കാര്യങ്ങൾ കൂടി പറയുന്നുണ്ട്. അതായത് പല രീതിയിലുള്ള പ്രളയക്കെടുതികൾ സംഭവിക്കുമ്പോൾ പലപ്പോഴും കേന്ദ്രം തിരിഞ്ഞു പോലും നോക്കാറില്ല. അത്തരത്തിലുള്ള പണം ലഭ്യമാകുന്നതിന് വേണ്ടി പിന്നെ ഞങ്ങൾക്ക് സുപ്രീം കോടതിയിൽ പോകേണ്ട സാഹചര്യമാണ് ഉണ്ടാകുന്നത് എന്നൊക്കെ പറയുമ്പോൾ സുരേഷ് ഗോപി ഇങ്ങനെ നിൽക്കുന്നുണ്ട് കൈമലർത്തിക്കൊണ്ട്. അപ്പൊ കനിമൊഴി സുരേഷ് ഗോപിനോട് പറയുന്നുണ്ട്, സുരേഷ് ഗോപി, അതായത് ഞങ്ങളുടെ ആവശ്യങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുമ്പോൾ നിങ്ങളുടെ സർക്കാർ ഞങ്ങളോട് എന്താ ഇങ്ങനെ തന്നെയാണ് കൈമലർത്തി കാണിക്കുന്നത് എന്നാണ് പറഞ്ഞത്. അത് കേട്ടതും സുരേഷ് ഗോപി അടി കിട്ടിയതുപോലെ ഒന്നും മിണ്ടാതെ പിന്നെതാ ഇങ്ങനെ ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് കാണാനിടയായത്. അതോടൊപ്പം തന്നെ കനിമൊഴി കാര്യം കൂടി പറയുന്നുണ്ട്, ഞങ്ങളോട് മാത്രമല്ല ഞങ്ങളുടെ അയൽ സംസ്ഥാനമായിട്ടുള്ള കേരളത്തിനോടും തികഞ്ഞ അവഗണന തന്നെയാണ് കാണിക്കുന്നതെന്ന് കനിമൊഴി എടുത്തു പറയുന്നു. ഇത് വളരെ വ്യക്തമായി തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കനിമൊഴി തമിഴ്നാടിന്റെ കേസ് പറയുമ്പോൾ തന്നെ കേരളത്തിന്റെ കാര്യം കൂടി, അതായത് വയനാട് വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയെ കുറിച്ചും സംസാരിക്കാൻ സമയം കണ്ടെത്തി എന്നുള്ളത് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇനി എങ്ങനെയാണ് ഇനി രാധാകൃഷ്ണൻ പ്രിയങ്ക ഗാന്ധിനെ ചിലതൊക്കെ ഓർമ്മപ്പെടുത്തിയത്? വേറൊന്നുമല്ല, ഇന്ന് പ്രിയങ്ക ഗാന്ധിയുടെ കന്നി പ്രസംഗമാണ് ലോക്സഭയിൽ നടന്നത്. പക്ഷേ ലോകസഭയിൽ എല്ലാ വിഷയങ്ങളെ കുറിച്ചും പ്രിയങ്ക ഗാന്ധി നല്ല തീപ്പൊരി പ്രസംഗം നടത്തി. പക്ഷെ താൻ എങ്ങനെയാണ് ജയിച്ചത്, താൻ എന്ത് പറഞ്ഞാണ് വയനാട്ടിൽ നിന്ന് ജയിച്ചു വന്നത് എന്നതിനെ പറ്റി പ്രിയങ്ക ഗാന്ധി മറന്നുപോയി എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എല്ലാം പറഞ്ഞു പോയപ്പോൾ വയനാട് ജനതയ്ക്ക് വേണ്ടി, വയനാട് ദുരന്ത ബാധിതരോട് കേന്ദ്രം കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ശബ്ദമുയർത്താൻ സംസാരിക്കാൻ പ്രിയങ്ക ഗാന്ധി മറന്നുപോയി എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അത് കെ രാധാകൃഷ്ണനെ ഓർമ്മിപ്പിച്ചത് ഇങ്ങനെയായിരുന്നു. അതായത് കെ രാധാകൃഷ്ണനെ സംസാരിക്കാൻ സമയം കൊടുത്തപ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് സംസാരിക്കുകയാണ്. ഇന്ന് ഭരണഘടനയുടെ 75-ാം നമുക്കറിയാം വാർഷികവുമായിട്ട് ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുമ്പോഴും തന്റെ സംസ്ഥാനത്തിന് വേണ്ടി, തന്റെ സംസ്ഥാനത്തിലെ ദുരന്തം നേരിടേണ്ടി വന്ന ദുരന്ത ബാധിതർക്ക് വേണ്ടി സംസാരിക്കാൻ കെ രാധാകൃഷ്ണൻ മറന്നു പോകുന്നില്ല. കെ രാധാകൃഷ്ണൻ മാത്രമല്ല, കനിമൊഴി സംസാരിക്കുന്നു. അങ്ങനെ പല ആളുകളും കേരളത്തിന് വേണ്ടി സംസാരിക്കുന്നത് കാണുമ്പോൾ സന്തോഷം തോന്നുകയാണ്. കെ രാധാകൃഷ്ണൻ പറയുന്നു, അതായത് ഏകദേശം നമുക്കറിയാം 420-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ട ഒരു മഹാദുരന്തമാണ് വയനാട്ടിൽ നടന്നത് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. ഇനിയും നിരവധി ആളുകളെ കണ്ടെത്താനുണ്ട്. മാത്രമല്ല 397 പേര് ഇപ്പോഴും ഇഞ്ചുറി ബാധിച്ച് പലരും ഈ പറയുന്ന പരിക്കുകളോടെയൊക്കെ ജീവിക്കുകയാണ്. എന്നാൽ എന്താണ് കേന്ദ്രം കാണിക്കുന്നത്? കേന്ദ്രം തികഞ്ഞ അവഗണനയാണ് കേരളത്തിനോട് കാണിക്കുന്നത് എന്ന് കെ രാധാകൃഷ്ണൻ പറയുന്നു. അതായത് ഇങ്ങനെ ഒരു ദുരന്തം ഉണ്ടായപ്പോൾ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അദ്ദേഹം കേരളത്തിലെ ദുരന്ത ബാധിതരെ സന്ദർശിക്കാൻ വേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടായി. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു, അങ്ങ് ഈ പറയുന്നത് പോലെ മടങ്ങി ഈ പറയുന്ന കേന്ദ്രത്തിലേക്ക് എത്തുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രത്യേക ധനസഹായമെങ്കിലും നൽകുമായിരിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചു. പക്ഷെ ഒന്നും തന്നെ ഉണ്ടായില്ല എന്ന് കെ രാധാകൃഷ്ണൻ പറയുന്ന സാഹചര്യം ഉണ്ടായി. അതായത് ഇതൊക്കെ പറയേണ്ടിയിരുന്നത് പ്രിയങ്ക ഗാന്ധിയാണ്. കാരണം പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിച്ചു പോയ ഒരു വ്യക്തിയാണ്. പക്ഷെ അവിടെ പ്രിയങ്ക ഗാന്ധിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ കഴിഞ്ഞില്ല എന്നത് എടുത്തു പറയട്ടെ. പക്ഷേ തനിക്കറിയാവുന്ന ഭാഷയിൽ പച്ച മലയാളത്തിൽ അവിടെ കെ രാധാകൃഷ്ണൻ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്ന സാഹചര്യം ഉണ്ടായി. ഇത് കേൾക്കുമ്പോൾ പലർക്കും തോന്നും, അവിടെ മലയാളത്തിൽ സംസാരിച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് അവിടെ ഇരിക്കുന്ന ആളുകൾക്കൊക്കെ മനസ്സിലാവുക എന്ന ഒരു രീതിയിലുള്ള പ്രതികരണം കണ്ടുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഈ പാർലമെന്റിലെ പലരുടെയും ഒക്കെ ഈ പറയുന്ന പ്രസംഗം കേൾക്കുന്ന ആളുകൾക്കൊക്കെ തോന്നുമായിരിക്കാം. എന്നാൽ എന്താണ് വസ്തുത? ഏത് ഭാഷയിൽ സംസാരിച്ചാലും ട്രാൻസ്ലേറ്റ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഭാഷയിൽ കേൾക്കാൻ കഴിയും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് ഏത് ഭാഷയിലേക്ക് സംസാരിച്ചിട്ടുണ്ടെങ്കിലും ആ സംസാരിക്കുന്ന അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഭാഷ ട്രാൻസ്ലേറ്റ് ചെയ്ത് അവർക്കൊക്കെ മനസ്സിലാക്കുന്ന, മറ്റുള്ളവർക്ക് മനസ്സിലാക്കുന്ന രീതിയിലേക്കുള്ള ഭാഷയിലേക്ക് അത് ആ രീതിയിലേക്ക് മാറ്റപ്പെടും എന്നതൊരു വസ്തുതയാണ്. അപ്പൊ അങ്ങനെ അദ്ദേഹം കാര്യങ്ങളൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ പ്രിയങ്ക ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഇടപെടൽ നടത്തിയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. പ്രിയങ്ക ഗാന്ധി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു കത്ത് കേന്ദ്രത്തിന് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി. ആ കത്തിന് തിരിച്ച്
അമിത്ഷാ ഒരു മറുപടി നൽകി. ആ മറുപടി കിട്ടിയതോടുകൂടി തന്നെ പ്രിയങ്ക ഗാന്ധി നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞ് പിന്നീട് അനങ്ങിയില്ല എന്നതാണ് വസ്തുത. എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി അനങ്ങിയില്ല, എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ആ വിഷയവുമായി ബന്ധപ്പെട്ട് പിന്നീട് ഒരു പ്രതികരണം നടത്തിയില്ല എന്ന കാര്യം കൂടി എടുത്തു പറയേണ്ടതുണ്ട്. അതായത് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എന്താണ് അമിത്ഷാ നൽകിയ കത്തിൽ പറഞ്ഞിട്ടുള്ളത്? അമിത്ഷാ പറയുന്നു, പ്രത്യേക പാക്കേജ് ലഭ്യമാകണമെങ്കിൽ ഒരു വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് ഞങ്ങൾക്ക് സമർപ്പിക്കണം. അങ്ങനെ ഒരു റിപ്പോർട്ട് ഈ പറയുന്നത് പോലെ സംസ്ഥാന സർക്കാർ നൽകുന്നതിൽ ഒരു വലിയ വൈകിപ്പിക്കൽ നടത്തി എന്നാണ് അമിത്ഷാ പറയുന്നത്. അതുകൊണ്ടാണ് അതിപ്പോ കൊടുക്കാൻ പറ്റാത്ത സാഹചര്യം ഉള്ളത് എന്നാണ് അമിത്ഷാ പറഞ്ഞത്. അമിത്ഷാ പറഞ്ഞത് അങ്ങനെ തന്നെ, ആ നൽകിയ മറുപടി അങ്ങനെ തന്നെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഈ വിഷയത്തിൽ ഈ പറയുന്ന പോലെ ഞാൻ ചില ഇടപെടലുകൾ നടത്തി എന്ന് കാണിക്കാൻ മാത്രമാണ് പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞുള്ളൂ. എന്നാൽ എന്താണ് വാസ്തവം? ഈ പറയുന്ന അമിത്ഷാ പറഞ്ഞത് മുഴുവൻ പച്ചക്കള്ളമാണ് എന്നത് തുറന്നു കാണിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് കഴിഞ്ഞില്ല എന്നത് ഏറെ നിരാശാജനകമായിട്ടുള്ള കാര്യമാണ്. പ്രിയങ്ക ഗാന്ധി കത്ത് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് അമിത്ഷാ കാണിച്ച പൊള്ളത്തരം, അമിത്ഷാ നൽകിയ ആ പച്ചക്കള്ളം അത് തുറന്നു കാണിച്ചുകൊണ്ട് ലോകസഭയിൽ അതിഗംഭീരമായിട്ട് തിരിച്ചടിക്കണമായിരുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എങ്ങനെ അടിക്കാൻ കഴിയും? അതായത് ഈ സംഭവം എപ്പോഴാണ് നടക്കുന്നത്? ജൂലൈ 30-ാം തീയതിയാണ് വയനാടിൽ ഇങ്ങനൊരു മഹാദുരന്തം സംഭവിക്കുന്നത്. നമുക്കറിയാം, രാജ്യത്തിലെ തന്നെ ഏറ്റവും നമ്മളെ ഞെട്ടിപ്പിച്ച ഒരു വലിയ ദുരന്തം തന്നെയാണ് വയനാട്ടിലെ ഈ പറയുന്ന ചൂരൽമലയും മുണ്ടക്കയിലൊക്കെ സംഭവിച്ചത്. അപ്പൊ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അങ്ങനെ സംഭവിച്ചപ്പോൾ തന്നെ എന്താണ് ഉണ്ടായത്? അതായത് ഒരു അടിയന്തര സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് സർക്കാർ ഒരു കത്ത് നൽകിയതാണ് ഈ പറയുന്ന കേന്ദ്രത്തിന്. ഓഗസ്റ്റ് 10-ാം തീയതിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ കേരളത്തിലേക്ക് വരുന്നു. വയനാട്ടിലെ ദുരന്ത ബാധിതരെ സന്ദർശിക്കാൻ വേണ്ടി വരുന്നു, ആ ദുരന്ത പ്രദേശം സന്ദർശിക്കാൻ വേണ്ടി എത്തുന്നത്. അദ്ദേഹം ആ വന്ന സമയത്ത് തന്നെ ഈ നടന്നിരിക്കുന്ന ദുരന്തത്തിന്റെ തീവ്രത എത്രത്തോളമാണെന്ന് നേരിട്ട് കാണിച്ചു കൊടുക്കുകയും ആ ദുരന്തത്തിന് ഇരയായ ആളുകളുമായിട്ട് ആശയവിനിമയം നടത്താനൊക്കെ ഒരു സാഹചര്യം സർക്കാർ ഉണ്ടാക്കി കൊടുക്കുന്ന സാഹചര്യമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ സമയത്ത് തന്നെ ഓഗസ്റ്റ് 17-ാം തീയതി തന്നെ ഒരു നിവേദനം ഈ പറയുന്ന പ്രധാനമന്ത്രിക്ക് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതായത് വന്നപ്പോൾ തന്നെ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ, എന്തൊക്കെ ഇനി ആവശ്യങ്ങളുണ്ട് എന്ന് ധരിപ്പിക്കുന്ന സാഹചര്യത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇങ്ങനെ ഒരു ഡയലോഗ് അടിച്ചത്. അതായത് ഞാൻ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഗുജറാത്തിൽ ഒരു അണക്കെട്ട് പൊട്ടിയിരുന്നു. അങ്ങനെ 1500-ലധികം ആളുകൾക്ക് ജീവൻ നഷ്ടപ്പെട്ടിരുന്നു. ആ സമയത്ത് ഞാൻ അതിനെ അതിജീവിച്ച ഒരാളാണ്. ഞാൻ വേണ്ട രീതിയിലൊക്കെ ആ സംസ്ഥാനത്തെ പല രീതിയിലും സാമ്പത്തികമായിട്ട് കയറി വരാൻ വേണ്ടി, അതിനെ അതിജീവിപ്പിക്കാൻ വേണ്ടി പലതും ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് എനിക്ക് ഈ നിങ്ങളുടെ വിഷയത്തിൽ ഇടപെടാൻ കഴിയും. ഈ ദുരന്തത്തെ നമ്മൾ ഒറ്റക്കെട്ടായി അതിജീവിക്കും. ഞാൻ എല്ലാ രീതിയിലുള്ള സഹായവും ചെയ്തു തരുമെന്നൊക്കെ പറഞ്ഞാണ് ഇവിടുന്ന് അദ്ദേഹം യാത്രയാകുന്നത്. അതിനുശേഷം അദ്ദേഹത്തിന് 17-ാം തീയതി ഒരു നിവേദനം കൊടുക്കുന്നുണ്ട്. എന്തൊക്കെ രീതിയിലുള്ള നാശനഷ്ടങ്ങൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര മരണങ്ങൾ നടന്നിട്ടുണ്ട്, ഇതൊക്കെ കാണിക്കുന്ന ഒരു പ്രാഥമിക ഒരു റിപ്പോർട്ട്, ഒരു നിവേദനം അദ്ദേഹത്തിന് കൊടുക്കുന്നു. 1202 കോടി രൂപ അദ്ദേഹത്തിനോട് അടിയന്തരമായിട്ട് ഒരു തുടക്കത്തിൽ കുറച്ച് തുക അനുവദിക്കണമെന്ന് ആവശ്യപ്പെടുന്നു. പക്ഷേ ഒരു തുകയും അനുവദിക്കുന്നില്ല എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. മെമ്മോറാണ്ടം നൽകിയിട്ട് ഏകദേശം 3 മാസം കഴിഞ്ഞിരിക്കുന്നു, എന്നിട്ടും ഒരനക്കവുമില്ല എന്നതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അങ്ങനെ നമ്മളൊരു എസ്റ്റിമേറ്റ് കൊടുക്കുന്ന സാഹചര്യം ഉണ്ടായി, എന്നിട്ടും ഇതിലൊരു ഇടപെടൽ നടത്തുന്നില്ല. നവംബർ 17-ാം തീയതി വിശദമായിട്ടുള്ള ഒരു പഠന റിപ്പോർട്ട് ഈ പറയുന്ന കേരളം കേന്ദ്രത്തിന് മുമ്പിൽ വെക്കുന്ന സാഹചര്യം ഉണ്ടായി. അതിൽ ഇവിടെ നടന്നിരിക്കുന്ന കെടുതികൾ, എത്ര മരണം റിപ്പോർട്ട് ചെയ്തു, എത്ര പേർക്ക് പരിക്കുകൾ പറ്റി, എന്തൊക്കെ നാശനഷ്ടങ്ങൾ ഉണ്ടായി, ഇതെല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടും അതുപോലെ തന്നെ ഈ പറയുന്ന ദുരന്തത്തിന്റെ പല വീഡിയോകൾ അതിൽ പിൻ ചെയ്തുകൊണ്ടാണ് ഒരു എസ്റ്റിമേറ്റ് സമർപ്പിച്ചത്. അതായത് ഏകദേശം 2221 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആണ് കേന്ദ്രത്തിന് മുമ്പിൽ കൊണ്ടുപോയി വെച്ചത്. പിന്നെ എങ്ങനെയാണ് പാക്കേജ് നൽകിയിട്ടില്ല, ഈ പറയുന്ന പോലെ പാക്കേജ് നൽകാൻ വൈകി എന്നൊക്കെ പറയുന്നത് നമുക്ക് സമ്മതിച്ചു കൊടുക്കാൻ കഴിയുക? ഇനി വൈകി എന്ന് പറയുകയാണെങ്കിൽ ഒരു കാര്യം കൂടി പറയേണ്ടതുണ്ട്. 2023-ൽ സിക്കിമിലും അതുപോലെ തന്നെ ഉത്തരാഖണ്ഡിലും ഹിമാചൽ പ്രദേശിലും ഒക്കെ മഹാകെടുതികൾ, പല ദുരന്തങ്ങൾ സംഭവിക്കുന്ന സാഹചര്യം ഉണ്ടായി. അങ്ങനത്തെ സാഹചര്യത്തിൽ അവരെങ്ങനെയാണ് PDNA സമർപ്പിച്ചത്? 3 മാസം കഴിഞ്ഞിട്ടാണ്. അതായത് PDNA, അതായത് വിശദമായിട്ടുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെങ്കിൽ 3 മാസമെങ്കിലും ആവശ്യമാണെന്ന് ഈ സ്ഥലങ്ങളിൽ നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ, ചില വസ്തുതകൾ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്നത് പോലെ അതായത് പഠന റിപ്പോർട്ട് നൽകാൻ, അല്ലെങ്കിൽ ഇതൊക്കെ കാണിച്ചുകൊണ്ടുള്ള വിശദമായിട്ടുള്ള റിപ്പോർട്ട് തരാൻ കേരളം വൈകി എന്ന് പറയുന്ന കേന്ദ്രത്തിന്റെ വാദം എങ്ങനെയാണ് നിലനിൽക്കുന്നത്? ത്രിപുര, സിക്കിം, ഉത്തരാഖണ്ഡ് ഇവിടെയൊക്കെ വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തെക്കാൾ തീവ്രത കുറഞ്ഞ ഒരു ദുരന്തമാണ് സംഭവിച്ചത്. പക്ഷേ ഞങ്ങൾക്ക് ഈ വിഷയത്തിലൊക്കെ പ്രത്യേകിച്ച് പഠന റിപ്പോർട്ടൊന്നും തരേണ്ട കാര്യമില്ല കേട്ടോ, ഞങ്ങൾ പൈസ അനുവദിക്കാം എന്ന നിലപാടാണ് കേന്ദ്ര സർക്കാർ അന്നൊക്കെ സ്വീകരിച്ചിരുന്നത്. ഒരു രീതിയിലുള്ള മാനദണ്ഡങ്ങളും ഈ കേരളത്തിനോട് പറഞ്ഞതുപോലുള്ള ഒരു മാനദണ്ഡങ്ങളും അവിടെയൊന്നും കേന്ദ്രം പറഞ്ഞ് കേട്ടതേയില്ല. ത്രിപുരയിൽ മഴക്കെടുതി മൂലം ദുരന്തം സംഭവിച്ചപ്പോൾ 40 കോടി രൂപയാണ് അങ്ങനെ കൊടുത്തത്. മാത്രവുമല്ല ആന്ധ്ര, തെലങ്കാനയിൽ അവിടെ ഏകദേശം 3448 കോടി രൂപയാണ് ഈ പറയുന്ന കേന്ദ്രം കൊടുത്തത്. മാത്രവുമല്ല ബീഹാറിൽ ദുരന്തം സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ
11,500 കോടി രൂപ കൊടുത്ത സർക്കാരാണ് ഇപ്പോഴത്തെ ഈ കേന്ദ്ര സർക്കാർ. ഈ കേന്ദ്ര സർക്കാരാണ് കേരളത്തിന്റെ കാര്യം വരുമ്പോൾ ഇങ്ങനെ തികഞ്ഞ അവഗണന കാണിക്കുന്നത്. മാത്രവുമല്ല, ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട് സഹായം നൽകുന്ന പദ്ധതി രൂപീകരിച്ചപ്പോൾ ബീഹാറിനും സിക്കിമിനും ഹിമാചൽ പ്രദേശിനും ഒക്കെ മാത്രം പരിഗണന കൊടുത്തുകൊണ്ട്, അസമിനും ഒക്കെ മാത്രം പരിഗണന കൊടുത്തുകൊണ്ട് കേരളത്തിന് ഒരു 5 പൈസ കൊടുത്തില്ല, അല്ലെങ്കിൽ 5 പൈസ തന്നില്ല, ആ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയില്ല എന്ന കാര്യം കൂടി നമ്മൾ എടുത്തു പറയേണ്ട ഒരു വസ്തുത തന്നെയാണ്. മാത്രമല്ല, ഈ വിഷയവുമായി ബന്ധപ്പെട്ട് 3 കാര്യങ്ങൾ നമ്മൾ കേന്ദ്രത്തിനോട് ചോദിച്ചിരുന്നു. ആ 3 കാര്യങ്ങളിലും കേന്ദ്രം തികഞ്ഞ അവഗണന മാത്രമാണ് കാണിച്ചത്. എന്താണ് ആദ്യം കേന്ദ്രത്തിനോട് പറഞ്ഞത്? മേപ്പാടി ചൂരൽമലയിൽ ഉണ്ടായ ഉരുൾപൊട്ടൽ അത് തീവ്രത കൂടിയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് കേന്ദ്രത്തോട് കേരളം ആവശ്യപ്പെട്ടു. L3 വിഭാഗത്തിൽപ്പെടുത്തണം എന്നാവശ്യപ്പെട്ടു. എന്നാൽ അങ്ങനെ പെടുത്താൻ പറ്റില്ല എന്ന നിലപാട് തന്നെയല്ലേ കേന്ദ്രം സ്വീകരിച്ചത്? എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്ന സാഹചര്യം ഉണ്ടായത്? അങ്ങനെ സ്വീകരിച്ചാൽ, അതായത് ദേശീയ ദുരന്ത പ്രതികരണ നിധിയിൽ നിന്ന് ഈ പറയുന്നത് പോലെ പണം കൊടുക്കാൻ ഈ പറയുന്ന കേന്ദ്രം ബാധ്യസ്ഥരാകും. അപ്പൊ അത്തരത്തിൽ കൊടുക്കാൻ കഴിയില്ല എന്നതുകൊണ്ട് തന്നെയാണ് L3 വിഭാഗത്തിൽ പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞത്. സുരേഷ് ഗോപിയോട് പോലും ഇതൊരു ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പ്രഖ്യാപിക്കാൻ പറ്റില്ല, അല്ലെങ്കിൽ പ്രഖ്യാപിക്കാൻ കഴിയില്ല എന്ന് തന്നെയല്ല അദ്ദേഹം പറഞ്ഞത്. മാത്രവുമല്ല, രണ്ടാമത് പറഞ്ഞു, ദേശീയ ദുരന്ത നിയമത്തിന്റെ 13-ാം വകുപ്പ് പ്രകാരം ഈ പറയുന്ന ആ ദുരന്ത ബാധിതരുടെ കടങ്ങൾ എഴുതി തള്ളാൻ കഴിയും. അതൊന്നും ചെയ്തു തരാമോ എന്ന് ചോദിച്ചു. അതും ചെയ്തു തരുന്ന സാഹചര്യം ഉണ്ടായില്ല. അതിനുശേഷം എന്താണ് ഉണ്ടായത്? അതായത് ഈ പറയുന്ന അടിയന്തര ഒരു സഹായം ഞങ്ങൾക്ക് നൽകാമോ എന്ന് ചോദിച്ചു. അത് നടന്നോ? ഇല്ല, അതും ഉണ്ടായില്ല. അങ്ങനെ 3 കാര്യങ്ങളിലും ഒരു രീതിയിലുള്ള അനുകൂലമായ നിലപാടും ഈ സർക്കാർ സ്വീകരിച്ചില്ല എന്നത് എടുത്തു പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ, ഇത്തരം വസ്തുതകളൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ എന്തുകൊണ്ട് പ്രിയങ്ക ഗാന്ധി ഈ വിഷയത്തിൽ ഇതൊക്കെയാണ് വസ്തുത, ഇതൊക്കെയാണ് സത്യം എന്ന് തുറന്നു കാട്ടിയില്ല എന്നത് ആലോചിച്ചപ്പോൾ സത്യത്തിൽ പ്രിയങ്ക ഗാന്ധിയോട്, അല്ലെങ്കിൽ പ്രിയങ്ക ഗാന്ധിയുടെ ഈ വിഷയത്തിലുള്ള ഇടപെടലിനോട് വല്ലാത്ത കടുത്ത വിയോജിപ്പ് തോന്നിപ്പോയി എന്ന കാര്യം കൂടി എടുത്തു പറയട്ടെ. ഇതാദ്യമായൊന്നുമല്ലോ പാർലമെന്റിനെ ഈ പറയുന്ന കേന്ദ്രമന്ത്രിമാർ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തെറ്റിദ്ധരിപ്പിക്കുന്നത്. അതായത് ഇത്തരത്തിലുള്ള വയനാട് ദുരന്തം സംഭവിച്ചപ്പോൾ തന്നെ ആദ്യം അമിത്ഷാ ഒരു പ്രതികരണം രേഖപ്പെടുത്തുന്നുണ്ടല്ലോ. അത് ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ അന്ന് നൽകിയ മുന്നറിയിപ്പ്, അത് റെഡ് അലേർട്ട് ആയിരുന്നു. അത് നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കാത്തത് കൊണ്ടാണ്, അല്ലെങ്കിൽ ആ റെഡ് അലേർട്ട് ആണ് എന്ന് കണ്ടുകൊണ്ട് കേരളം ഇടപെടൽ നടത്താത്തത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ഒരു വലിയ മഹാദുരന്തം സംഭവിച്ചതെന്ന പച്ചക്കള്ളം അമിത്ഷാ പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പറഞ്ഞത് നമ്മളൊക്കെ കേട്ടില്ലേ? എന്നാൽ അന്നേ ദിവസം ഗ്രീൻ അലേർട്ടാണ് പ്രഖ്യാപിച്ചിരുന്നതെന്ന സത്യം പിന്നീട് പുറത്തു വന്നില്ലേ? അതിനുശേഷം കേന്ദ്ര വനവകുപ്പ് മന്ത്രി, അതായത് ഭൂപേന്ദ്ര യാദവ്, അദ്ദേഹം എന്താണ് പറഞ്ഞത്? അതായത് വയനാടിൽ ഒരുപാട് ആളുകൾ കുടിയേറി പാർത്തിട്ടുണ്ട്, അതുകൊണ്ട് അവിടെ അനധികൃത ഖനനം നടക്കുന്നുണ്ട്, അതുകൊണ്ടാണ് അവിടെ വലിയ രീതിയിലുള്ള ഉരുൾപൊട്ടൽ ഉണ്ടായതെന്ന ഒരു പച്ചക്കള്ളം അദ്ദേഹം പറയുന്ന സാഹചര്യം ഉണ്ടായി. എന്നാൽ അന്നും ഈ വിഷയത്തെ എതിർത്തുകൊണ്ട് സംസാരിക്കാൻ UDF-ന്റെ ഒരൊറ്റ MP-മാരും ഉണ്ടായിരുന്നില്ല എന്നത് ഏറെ സങ്കടത്തോടു കൂടി തന്നെ പറയുകയാണ്. അന്നും ഇതിനെ എതിർത്ത് സംസാരിച്ചത് അതായത് ഈ പറയുന്ന CPM-ന്റെ പല MP-മാർ മാത്രമാണ്. മാത്രവുമല്ല, ഇങ്ങനെ വീണ്ടും വീണ്ടും ഈ വിഷയത്തിൽ ഈ പറയുന്ന ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട്, പാർലമെന്റിനെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിമാർ സംസാരിക്കുന്നത് പോലും കേരളത്തിനോട് തികഞ്ഞ അവഗണന മാത്രമേ ഞങ്ങൾക്ക് കാണിക്കാൻ കഴിയൂ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് തിരിഞ്ഞു നോക്കാൻ സൗകര്യമില്ലടാ എന്ന രീതിയിലുള്ള ഒരു ശബ്ദം തന്നെയല്ലേ അവർ ഈ ഒരു പ്രതികരണത്തിലൂടെ ഉയർത്തുന്നത് എന്ന കാര്യം നമുക്ക് പരിശോധിച്ചാൽ തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇത്തരത്തിൽ വിഷയങ്ങളൊക്കെ ഒറ്റക്കെട്ടായി ഈ വിഷയത്തെ അഡ്രസ് ചെയ്തുകൊണ്ട് നമ്മൾ സംസാരിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാകേണ്ടത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാർ എന്ത് സമീപനമാണ് സ്വീകരിച്ചിട്ടുള്ളത്? അതായത് തുടക്കം മുതൽ തന്നെ ഈ സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന ഇടപെടലുകൾ എത്ര മാതൃകാപരമാണ്. സത്യത്തിൽ ആ ഇടപെടലുകളെ നമ്മൾ ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കാതെ അതിനെ ഒരു രീതിയിലും നമുക്ക് വിശദീകരിക്കാൻ കഴിയില്ല. അതായത് തുടക്കം മുതൽ തന്നെ പ്രധാനമന്ത്രിയുമായി മുഖ്യമന്ത്രി ആശയവിനിമയം നടത്തുന്നു, വേണ്ട രീതിയിലുള്ള അവർ ആവശ്യപ്പെട്ട എല്ലാ റിപ്പോർട്ടുകളും സമർപ്പിക്കുന്നു, നിരന്തരം പണം ആവശ്യപ്പെട്ടുകൊണ്ട്, സാമ്പത്തിക സഹായം ആവശ്യപ്പെട്ടുകൊണ്ട് അദ്ദേഹം കത്തയച്ചുകൊണ്ടിരിക്കുന്നു. മാത്രവുമല്ല, പാർലമെന്റിൽ ഇവിടുന്ന് ജയിച്ചു പോയ ഈ കനലൊരു തടി എന്ന് പറഞ്ഞ് കളിയാക്കുന്ന K രാധാകൃഷ്ണൻ മാത്രം ഏത് വിഷയം വന്നാലും ഈ വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വസ്തുതകളാണല്ലോ. എന്തുകൊണ്ടാണ് പ്രിയങ്ക ഗാന്ധി നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞിരിക്കുന്നത്? അതായത് ഈ വിഷയത്തിൽ VD സതീശൻ, അതായത് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞല്ലോ, ഞങ്ങൾ ഈ പറയുന്ന വയനാട് ദുരന്ത ബാധിതർക്ക് വേണ്ടി പണം കിട്ടുന്നതിന് വേണ്ടി സംസ്ഥാന സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്ന സമരത്തിൽ ചേരാൻ ഞങ്ങൾക്ക് സൗകര്യമില്ല, ഒത്തുചേർന്ന് ഞങ്ങൾക്ക് സമരം നടത്താൻ ഞങ്ങൾക്ക് സൗകര്യമില്ല എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. മാത്രവുമല്ല, ഈ വിഷയത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അവഗണനയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കേരളത്തിൽ കോൺഗ്രസ് പല രീതിയിലുള്ള, UDF പല രീതിയിലുള്ള കുതന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ പറയുന്ന ലോകസഭയിലുള്ള UDF-ന്റെ MP-മാർക്ക് ഇതൊന്നുമല്ല സത്യം, കേന്ദ്രം മാത്രമാണ് അവഗണന കാണിക്കുന്നത്, സംസ്ഥാന സർക്കാർ വേണ്ടതൊക്കെ ചെയ്യുന്നുണ്ട് എന്ന് പറയാൻ കഴിയുക? അതുകൊണ്ട് ഇവിടുന്ന് ജയിച്ചു പോയിരിക്കുന്ന UDF-ന്റെ MP-മാരും നിശബ്ദതയുടെ കുപ്പായം അണിഞ്ഞുകൊണ്ട് സുരേഷ് ഗോപിയെ പോലെ തന്നെ മിണ്ടാതിരിക്കുകയാണ്. ആ കൂട്ടത്തിൽ ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയും വന്നിരിക്കുന്നു എന്ന് തന്നെയാണ് എടുത്തു പറയാനുള്ളത്. ഇനി ഈ പറയുന്ന വയനാട്
എന്ത് പദ്ധതിയാണ് മുഖ്യമന്ത്രി നടത്താനായിട്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്? അതായത് അവിടെ ഒരു ടൗൺഷിപ്പ് തന്നെ കൊണ്ടുവരാനാണ് അവിടെ ഈ സർക്കാർ ഉദ്ദേശിക്കുന്നത്. അതായത് എല്ലാ രീതിയിലുള്ള സൗകര്യങ്ങളുമുള്ള ഒരു ടൗൺഷിപ്പ് കൊണ്ടുവരാൻ വേണ്ടി അദ്ദേഹം ഉദ്ദേശിക്കുന്നു. ഒപ്പം ഒരു വീട് പണിയാൻ ഏകദേശം 10 ലക്ഷത്തിന്റെ രൂപ എങ്കിലും കൂടുതൽ വേണ്ടി വരും. അങ്ങനെ പണിയണമെങ്കിൽ സംസ്ഥാന സർക്കാരിന്റെ കയ്യിൽ പൈസ വേണം. SDRF-ലുള്ള പണം എടുക്കുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. ഇനി അതിൽ നിന്ന് പണം എടുത്താൽ പോലും ഈ പറയുന്ന ഒരു പുനരുദ്ധാരണം നമുക്ക് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കി എടുക്കാൻ സാധിക്കില്ല. അതായത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിട്ടുള്ള പണം ഉപയോഗിച്ച് മാത്രമേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ കഴിയൂ. പക്ഷേ അദ്ദേഹത്തിന്റെ ഈ പറയുന്ന മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് വന്നിരിക്കുന്ന പണം ഈ പറയുന്ന പുനരധിവാസത്തിന് ഉപയോഗിക്കാൻ പാകത്തിനുള്ള അത്രയും പണമില്ല എന്നതൊരു വസ്തുതയാണ്. അത് കോൺഗ്രസിനും അറിയാം. ഇനി വരരുത് എന്ന പിടിവാശിയുള്ളത് കൊണ്ടാണോ എന്നറിയില്ല, ഇനി വരാതിരിക്കാനുള്ള എല്ലാ മാർഗങ്ങളും ഇവർ പയറ്റുന്നുണ്ട്. അതുകൊണ്ടാണ് ദയവ് ചെയ്ത് കേന്ദ്രമേ നിങ്ങൾ പണം അനുവദിക്കൂ, ഞങ്ങൾ ആ പാവങ്ങളുടെ ഒരു പുനരധിവാസം നടത്തിക്കോട്ടെ എന്ന് പറഞ്ഞ് ഇങ്ങനെ കെഞ്ചുന്നത് കേരളം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഈ കേരളത്തിന്റെ ഈ സർക്കാരിന്റെ ശബ്ദത്തിന് ഒരു വലിയൊരു പിന്തുണ നൽകിക്കൊണ്ട് ഇനിയെങ്കിലും അവിടുത്തെ UDF MP-മാർ ഒന്ന് ഉണർന്ന് പ്രവർത്തിച്ച് ഒന്ന് ആ പറയുന്ന K. രാധാകൃഷ്ണനൊപ്പം ചേർന്ന് ഒന്ന് കേരളത്തിന്റെ ശബ്ദമായി മാറും എന്ന് മാത്രമാണ് പറയാനുള്ളൂ. മാത്രവുമല്ല, VD സതീശനെ പോലുള്ള ആളുകൾ കേവലം വരാൻ പോകുന്ന തിരഞ്ഞെടുപ്പിൽ ഇവിടെ അധികാരത്തിൽ വരാൻ വേണ്ടി ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് ഈ പറയുന്ന വയനാട് ദുരന്തത്തെ ഒരു ആയുധമാക്കി ഈ ദുരന്തത്തിൽ കലക്കവെള്ളത്തിൽ മീൻ പിടിക്കുന്ന ഈ ഒരു കളി ഒന്ന് നിർത്തണം എന്നുകൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് നിർത്തുകയാണ്.